അവിടെ നിന്ന് വീണ്ടും ഒരു പാർക്കിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ്. ഗിബൺ ഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിർത്തിയിട്ട് കുറച്ച് നടക്കണം താഴേക്ക്. ആ നടത്തം ഞങ്ങൾ തുടരുമ്പോൾ ആ നടത്തം ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇറങ്ങിയിട്ട് വേണം ഈ ഗിബൺ ഫോൾസിലേക്ക് പോകാൻ. അതേ സൗണ്ട് ഇപ്പോൾ കേൾക്കാൻ പറ്റും. ഏകദേശം ഒരു 25 മീറ്ററോളം ഉയരമുണ്ടെന്നാണ് പറയുന്നത്. ഫോട്ടോയിൽ കണ്ടാൽ അത്ര മനസ്സിലാവില്ല. ആക്ച്വലി അവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും നല്ല വ്യൂ ആണ് താഴേക്ക് ഈ ഫോൾസിൻ്റെ കഴിഞ്ഞിട്ട്. ആ ഫോൾസ് കണ്ടു. ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തിരിച്ചു. വീണ്ടും ഞങ്ങൾ ഡ്രൈവ് തുടരുകയാണ്. ഈ സ്ഥലത്തിൻ്റെ ഇതൊരു മലയിടുക്കാണ്. ഈ മലയിടുക്കിനെ പറയുന്നത് ഫയർ ഹോൾ കാനിയനാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രൈവിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരു മല ഇടുക്കാണ്. അതിൻ്റെ സൈഡിൽ കൂടെ ഈ റിവർ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വീണ്ടും ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട് അവിടെ. ഫയർ ഹോൾ വാട്ടർഫോൾ എന്നും പറഞ്ഞിട്ടൊരു വാട്ടർഫോളുണ്ട്. മാത്രമല്ല ഈ പുഴയിൽ അത്യാവശ്യം എല്ലാവരും ഇറങ്ങി കുളിക്കുകയും നീന്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ടൈമിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടും നമ്മളവിടെ സ്റ്റോപ്പൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഡ്രൈവ് അത് ഭയങ്കര നല്ല രസമുള്ള ഡ്രൈവായിരുന്നു. അങ്ങനെ വളരെ റിലാക്സ് ചെയ്തിട്ടുള്ള ഡ്രൈവായിരുന്നു. മാത്രമല്ല അവിടെ ബീവർ ഡാം, ഈ ബീവർ ഡാം ഉണ്ടാക്കിയത് അവിടെ നിന്ന് കാണാൻ. പക്ഷേ അത് ഇപ്പോൾ ഈ റോഡിൻ്റെ അതേ ലെവലിലാണ് ഇപ്പോൾ പുഴ ഏകദേശം ഉള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഈ കാനിയന് നമ്മൾ കയറിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു മലയുടെ മുകളിലേക്കാണ് കയറിപ്പോണത്. അതുകൊണ്ട് പുഴ പക്ഷേ താഴെ തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ ബീവർ ഡാം കാണണമെങ്കിൽ കുറച്ച് താഴേക്ക് ഇങ്ങനെ നോക്കണം. അങ്ങനെ ചെറുതായിട്ട് നമുക്ക് ബീവർ ഡാം ദൂരെ നിന്ന് കാണാൻ പറ്റും. അതിൻ്റെ വീട്ടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കെട്ടിയിട്ട് പൊക്കും. അപ്പോൾ വെള്ളം കെട്ടാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ മരം വെട്ടിയിടും. അതിൻ്റെ പല്ല് കൊണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് മരം വീഴ്ത്തും. ആ മരം വലിച്ചിട്ട് അവിടെ ഒരു ഡാം പോലെയാക്കും. അതിൽ വെള്ളം കെട്ടിയിരിക്കും. അതാണ് ബീവർ ഡാം. അങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്ന 1-2 സ്ഥലങ്ങളുണ്ട് അവിടെ ബീവർ ഡാം ഉണ്ടെന്ന് നമ്മൾ വായിച്ചിരുന്നു. നേരത്തെ പറഞ്ഞ ആ ഫയർ ഹോൾ വാട്ടർഫോളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ മിനിമമാണ്. ബിൽഡിങ്ങുകളില്ല. നാഷണൽ പാർക്കാണെങ്കിലും ഇവിടെ ഓൺലി പ്രകൃതി അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടൊരു കടയോ ഷോപ്പോ ഒന്നുമില്ല. ആകെ ഒരു വിസിറ്റ് സെൻ്റർ ഉണ്ട്. അവിടെ നമ്മൾ വേണ്ടതൊക്കെ വാങ്ങിക്കും. അല്ലാതെ ഇതിങ്ങനെ ഇവിടുത്തെ ഒരു വൈൽഡ് നേച്ചർ അങ്ങനെ തന്നെ അതൊരു കീപ്പ് ചെയ്തിരിക്കുകയാണ്. അത് ഇവിടുത്തെ ഒരു ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. തനതായ ആ വൈൽഡ് നേച്ചർ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളും അതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അടുത്തത് നമ്മൾ കുറച്ച് ഹോട്ട് സ്പ്രിങ്സ് പോലത്തെ മഡ് പോട്ട് അങ്ങനത്തെ നേരത്തെ പറഞ്ഞ പോലത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെ ആർട്ടിസ്റ്റിക് മഡ് പോയിന്റ്, ഡിഫറെൻറ്റ് പെയിൻറ്റ്സ്, വളരെ വിശാലമായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ ചെടികളും മരങ്ങളൊക്കെ കരിഞ്ഞതായിട്ടും ദ്രവിച്ചതായിട്ടൊക്കെ കാണാം. ഇവിടുന്ന് വെള്ളം ഒഴുകി അസിഡിക് ആയിട്ടുള്ള വാട്ടറാണ്, കണ്ടൻ്റാണ്. പിന്നെ അതിൽ ആൽഗേസും ബാക്ടീരിയാസും അത് ഇങ്ങനെ സ്പ്രെഡായിട്ട് ഈ ചൂട് ആസിഡും ലവണങ്ങളൊക്കെ ഈറ്റ് ചെയ്ത് ജീവിക്കുന്ന ജീവികൾ മാത്രമേ അവിടെ ജീവിക്കുള്ളൂ. ബാക്കി മരങ്ങളൊക്കെ ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടുതൽ സ്പ്രെഡാണുണ്ടെന്നൊന്നും അറിയില്ല. പക്ഷേ ഇത് ഒരു വലിയ ഏരിയ ഇങ്ങനെ കാണാം. പിന്നെ കുറേ മരങ്ങൾ ചിലയിടത്തൊക്കെ ഉണങ്ങിയതാണ്. ഇവിടെ ഒന്ന് കണ്ടോ, ഇവിടെ ഇങ്ങനെ പുക വരുന്നുണ്ടോ? നേരത്തെ കണ്ട അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പറഞ്ഞ പോലെ ഒരു ഹോട്ട് സ്പ്രിംഗ് ആണിത്. ഇതിൽ നല്ല ചൂടുള്ള അസിഡിക് ആയിട്ടുള്ള വാട്ടറാണ്. ഇതിൽ നിന്ന് ഒരു പുക വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുറ്റും കാണുന്ന ബ്രൗൺ മാറ്റ്, അതായത് ബ്രൗൺ കളറിലുള്ളത് ബാക്ടീരിയ മാറ്റാണ്. ബാക്ടീരിയ ഇങ്ങനെ ഒരു പായ വിരിച്ച പോലെ
അവിടെ ജീവിക്കുകയാണ്. അതിൻ്റെ ഫുഡാണ് ഈ പിന്നെ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങൾ. അതുപോലെ തന്നെ അവിടെയുള്ള ഈ ചൂട് കാലാവസ്ഥ ഇതിനെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. വെള്ളം ഭയങ്കര ചൂടാണ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല ആഴമുണ്ട്. സൈഡിൽ ഇത്ര ആഴം തോന്നില്ലെങ്കിലും ഭയങ്കര ഡേഞ്ചറായിട്ട് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആവി നല്ല ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് മഡ് ഫൗണ്ടെയിൻ പെയിൻ പോട്ട്. ഇതിൽ ചൂടുവെള്ളം പുറത്തേക്ക് വരുന്നതിന് പകരം അവിടെ ചെളി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇളകുന്നത് കാണാം. ആ ചെളി ഈ വെള്ളം വന്നിട്ട് ചെളിയായി ഫോം ചെയ്തിരിക്കുകയാണ്. പല കണ്ടൻറ്റും ആഡ് ചെയ്തിട്ട് അത് തിളക്കുന്ന പോലെ ഇങ്ങനെ കാണാം. അതുകൊണ്ട് അത് ബോയിൽ ചെയ്യുന്ന പോലെ കുമിളകൾ വരുന്നുണ്ട്. ഈ മഡ് പോട്ട് ഉണ്ടാകുന്നതിനെ പറ്റിയിട്ട് ഇതിന് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ ചൂട്, ഗ്യാസ്, പിന്നെ വെള്ളം, പിന്നെ അതിൽ വോൾക്കാനിക് റോക്കുണ്ട്, പിന്നെ കുറച്ച് തെർമോഫിൽസ്, മൈക്രോ ഓർഗാനിസ്, പിന്നെ മിനറൽസ്, ഇത്രയും കാര്യങ്ങൾ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. പിന്നെ അത് പുറത്തേക്ക് തള്ളി അത് ചെറിയ ചെറിയ കുന്ന് പോലെ അവിടെ എവിടെയൊക്കെ ഡെപ്പോസിറ്റാകും. ബബിൾസ് പിന്നെ ഉള്ളത് ബബിൾസാണ്. ആ ബബിൾസ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഗ്യാസ് വന്നുകൊണ്ടിരിക്കും. ഈ തെർമോഫിൽസ് ഇതിനെ തിന്നിട്ട് അതിനെ വിഘടിപ്പിച്ചിട്ട് സൾഫ്യൂരിക് ആസിഡൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ട് ചിലർക്കൊക്കെ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇതും ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ സൾഫൈഡ് വന്നിട്ട് അത് പിന്നെ സൾഫ്യൂരിക് ആസിഡായി മാറുന്നുണ്ട്. അതിൻ്റെ കെമിക്കൽ ഡീറ്റെയിൽസ് ഒന്നും അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ എത്രയായാലും അവിടെ അസിഡിറ്റി കൂടുതലാണ്. അതൊരു വലിയ ഏരിയ ആണ്. അത് ഫൗണ്ടെയിൻ മഡ് പോട്ട് എന്നുള്ള സ്ഥലം. ആ ഏരിയ മൊത്തം അവർ ഒരു സർക്കിളായിട്ട് അതിൻ്റെ ചുറ്റും ഈ പേവിഡ് പാത്ത് വെച്ചിരിക്കുകയാണ്. അല്ല അങ്ങനത്തെ പ്രത്യേക ബോർഡും വെച്ചിട്ടുണ്ട്. ഇനിയും അത് ചുറ്റും കുറേ നടക്കാനുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ നോക്കുമ്പോഴാണ് ദൂരെ ഇങ്ങനെ പുക വന്ന് കണ്ടത്. വീണ്ടും അതിലേക്ക് ഞങ്ങൾ നടന്നു അവിടത്തേക്ക് പോയി. മുമ്പ് കണ്ടതുപോലത്തെ സാധനമല്ല, ആൾ കുറച്ച് ആക്റ്റീവാണ്. ഇതിൻ്റെ അടുത്താണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ കാറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ടായതുകൊണ്ട് ഈ ചൂടുവെള്ളം മേലേക്ക് ഇങ്ങനെ വല്ലാതെ വരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം നിന്ന് പിന്നെ ഞങ്ങൾ പോയ ജൂലൈയിലായിരുന്നു, കുറച്ച് ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പക്ഷേ അത് ചൂട് നല്ലോണം അടിക്കുന്നുണ്ട്. ഇതാണ് ആ സംഭവം ഇവിടെ കാണാം. അതിങ്ങനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് പുറത്തേക്ക് ചൂടുവെള്ളം നല്ലോണം തള്ളുന്നു. ആ പുകയും ആ വെള്ളവും ആവിയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമ്മൾ നിൽക്കുന്നിടത്തിലേക്ക്. ഇതാണ് വേറൊന്ന്. ഇതും നേരത്തെ കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. ഇത് കുഴിയിൽ നിന്ന് ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് കാണുന്നത് ലെതർ പൂൾ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പൂള് പോലത്തെ ഒരു കുളമാണ്. കാണുമ്പോൾ ഒന്ന് കാമായിട്ട് നിൽക്കുന്ന ഒരു ഹോട്ട് സ്പ്രിംഗ് ആണെന്ന് കാണാം. ഇന്ന് ആവിയൊന്നും വരുന്നില്ല. ഇപ്പം ഇനി അടുത്ത് കാണുന്നത് ഒരു ഗ്രൗണ്ടാണ്, വോൾക്കാനിക് ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. അത് പൊതുവെ ആ ഗ്രൗണ്ടിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് മോർ അസിഡിക് ആണ് ദാൻ യൂഷ്വൽ. അത് ശരിക്കും അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇറങ്ങരുതെന്ന് പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. ചൂട് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്.
ക്ലിപ്സൈഡ് ആ ഗീസറിൻ്റെ അടുത്ത് കുറച്ചേരം നിന്നു. ഇതും അത്യാവശ്യം ചൂട് വെള്ളമാണ് പുറത്തേക്ക് വിടുന്നത്. നമുക്കത് ഇവിടെ നിന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു അനദർ ഹോട്ട് സ്പ്രിംഗ് ആണിത്. അതിൽ വെള്ളം കുറച്ചുകൂടെ ചൂടായിട്ട് തിളച്ചിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ആവിയും വരുന്നുണ്ട്. ഇത് അവിടെ നിൽക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അത് കുറച്ച് ചൂടുണ്ടെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്യും. പോകുന്ന വഴിക്ക് വേറൊരു ഗെയ്സർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ വളരെ ആക്റ്റീവ് അല്ല. അതിങ്ങനെ ഒരു ചെറിയ കുന്ന് കണക്ക്, ചെറിയൊരു ഹില്ല് കണക്ക് അതിങ്ങനെ ഡെപ്പോസിറ്റായിട്ട് കിടക്കുകയാണ്. പക്ഷേ അതിൻ്റെ ടോപ്പിൽ ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് തള്ളിയ മഡ് ഒരു ചെറിയ കുന്ന് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ യാത്ര ഞങ്ങൾ വീണ്ടും ശരിയായ നെക്സ്റ്റ് ഡെസ്റ്റിനിലേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് സൈഡിൽ ഇത് കാണാൻ പറ്റും, കുറേ ഗേസേഴ്സ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഗേസറിലേക്കാണ്. എല്ലാ 2 മണിക്കൂറിലും ഇത് വെള്ളം പുറത്തേക്ക് ചീറ്റിക്കൊണ്ടിരിക്കും, നല്ല ഉയരത്തിൽ. അപ്പോൾ ഇതൊരു ഗാലറി, അതിൻ്റെ സെൻറ്ററിലാണ് ഇതുണ്ടാവുക. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്യാണ്. ഇതൊരു ഷോ പോലെയാണ്. ഇതിന് കറക്റ്റ് പ്രഡിക്റ്റബിളാണ്, പ്രവചിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആൾക്കാർ അടുത്ത ഇറപ്ഷൻ എപ്പോൾ ഉണ്ടാവുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഓർമ്മ ശരിയാണ് 4 മണിക്കാണ് ഇവിടെ എത്തിയത്. ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. അതാണ് ഫെയ്ത്ത്ഫുൾ ആണെന്ന് പറയുന്നത്. നല്ല ഹൈറ്റിലാണ്. കാറ്റ് അങ്ങോട്ടായോണ്ട് ഇങ്ങോട്ട് കാറ്റാണെങ്കിലോ അങ്ങോട്ട് പോ, മുമ്പോട്ട് പോ, അങ്ങോട്ട് പോ. മുന്നോട്ട് അങ്ങ് പോയിക്കോ. ഈവൻ ഗോ ഫർദർ. വച്ചു അവൻ കണ്ടിട്ട് 2 minutes ago. 2 to 5. Oh my god, I'm tired. Can I see your videos after? Yes. Send me. Alright. ഭൂമിക്കടിയിൽ നിന്ന് ചൂടുള്ള വെള്ളം പുറത്തേക്ക് നല്ല ഉയരത്തിലേക്ക് തെറിച്ച് വീഴുകയാണിത്. അപ്പോൾ ആലോചിച്ച് നോക്കി അതിൻ്റെ ഒരു പ്രഷർ. അപ്പോൾ എല്ലാ 2 മണിക്കൂറിലും ഫെയ്ത്ത്ഫുൾ എന്നാണ് അതിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാവുന്ന എന്ന് വെച്ചാൽ ആ ടൈമിൽ തന്നെ ഇത് പുറത്തേക്ക് വെള്ളം ചീറ്റും. അത് കുറച്ച് നേരം ഉണ്ടാവും. അപ്പോൾ വെള്ളം ചീറ്റുമ്പോഴേ നല്ല പ്രഷറിലാണ് പുറത്തേക്ക് ഇരുന്നത്. അപ്പോൾ ആ 2 മണിക്കൂർ ഉണ്ടാക്കിയ പ്രഷർ പുറത്തേക്ക് ചീറ്റി അത് റിലീസ് ചെയ്യും. വീണ്ടും 2 മണിക്കൂർ ആ പ്രഷർ വീണ്ടും ഫോം ചെയ്യും. അങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്. ഇതിൻ്റെ അടുത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വൃത്താകൃതിയിൽ ഇതിൻ്റെ ചുറ്റും ഒരു വേലി കെട്ടിയിട്ടിരിക്കുകയാണ്. അതിനെ പുറത്ത് നിന്നിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ ഭൂമിക്കടിയിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ ചെറിയ രീതിയിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. സ്ക്രീനിൽ കാണാം. ഓരോന്നിനും ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഭൂമിക്കടിയിൽ നല്ല ചൂടും പിന്നെ തിളച്ച വെള്ളം, പിന്നെ അത് പല അളവിൽ പുറത്തേക്ക് തള്ളുന്നു. പല ലവണങ്ങളും ആസിഡിക്കുമായിട്ട് അങ്ങനെയുള്ള ചെറിയ പ്രതിഭാസമാണ്. അതാണ് പല രീതിയിലുള്ള ഈ പുറത്തേക്ക് വെള്ളം ചാടുന്നതായിട്ട് കാണുന്നത്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായി. അപ്പോൾ ചായയുടെ സമയമായി. നല്ലൊരു സ്നാക്കും ഉണ്ടായിരുന്നു. ചായയൊക്കെ ഫ്ലാസ്കിലുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് വലിയ വിശാലമായ സ്ഥലമാണ്. കുട്ടികൾക്ക് അവിടെ കളിക്കുകയും ഓടുവാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അവിടെ കളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ചായയുടെ പരിപാടി നോക്കി സ്നാക്കും ചായയൊക്കെ എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങി. അതൊരു നല്ല ഓർമ്മകളായിരുന്നു.
യെല്ലോസ്റ്റോൺ ലേക്കിൻ്റെ ഒരു വ്യൂ ആണ്. സോറി. അപ്പം ഞങ്ങൾ എത്തിയിരിക്കുന്നത് യെല്ലോസ്റ്റോൺ ലേക്കിൻ്റെ അടുത്താണ്. അതിൽ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാനുണ്ട് ലേക്കിലേക്ക് എത്താൻ. അപ്പോൾ ഞങ്ങളവിടെ പാർക്ക് ചെയ്തു. സന്ധ്യ ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം, ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുവാണെങ്കിൽ അത് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇറപ്ഷൻ ഉണ്ടായിരുന്നു. വെച്ചാൽ എന്തോ അഗ്നിപർവ്വതം കണക്കെ ഉണ്ടായിരുന്നു. അതിൽ സ്റ്റിൽ ഭൂമിക്കടിയിൽ ആക്റ്റീവായിട്ട് ചില ഇതുണ്ട്. അതിൻ്റെ സൂചനകൾ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട്. ചെറിയ ചെറിയ കുഴികളിൽ ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് വെള്ളം, അതായത് ആവിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലേക്കിൽ കുറേ പല ജീവികളുണ്ടെന്നൊക്കെ അവിടെ ബോർഡ് കണ്ടു. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ ബോട്ടും കയാക്കുമായിട്ട് അതിലേക്ക് ഇങ്ങനെ പോകുന്ന കണ്ടു. അപ്പോൾ അതിൻ്റെ ചില ഇൻഫർമേഷനൊക്കെ ഇവിടെ ബോർഡിലുണ്ട്, അതൊക്കെ ഇവിടെ കാണാം. പിന്നെ അപ്പോഴേക്കും ഞങ്ങൾ ഇത് കഴിയുമ്പോഴേക്കും സന്ധ്യയായി. ഇനി ഞങ്ങൾ താമസിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരെയാണ് വീടെടുത്തിരിക്കുന്നത്. ഒരു റെൻ്റൽ ഹോമാണ് തൽക്കാലത്തേക്ക്, ഒരു ദിവസത്തേക്ക്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിക്കണം. അപ്പോൾ അത് കുറച്ച് ഡ്രൈവ് ചെയ്യാണ്ട്. അപ്പോൾ അത് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് തിരിക്കും. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കും. ആ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. ഇനി പിറ്റേന്ന് അടുത്ത പ്ലാനായിട്ട് ഇറങ്ങും എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.